അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക് കേട്ടോ. അമ്മ വീട്ടിലെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ രാവിലെ ഇഡ്ഡലിയും ചട്നിയായിരുന്നു. അപ്പോൾ അതും കഴിച്ചിരിക്കുമ്പോഴാണ് ഒരു താത്ത പെരുന്നാളിൻ്റെ പലഹാരം കൊണ്ടുവരുന്നത്. അപ്പോൾ അതും കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ താത്ത പലഹാരം കൊണ്ടുവരുന്നത്. ആകെ മൊത്തം ഒരു വിരുന്ന് തന്നെയായിട്ടോ. അപ്പോൾ ഇതിവിടെ പതിവാണ്. കാരണം ഓണവും വിഷുവുമ്പോൾ ഞങ്ങൾ സദ്യ വിഭവങ്ങൾ അങ്ങോട്ട് കൊടുക്കും. അവർക്ക് അതാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം, സദ്യ വിഭവങ്ങളെ. ഞങ്ങൾക്കാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്. കാരണം അത് അങ്ങനെ തന്നെയാണല്ലോ, നമ്മൾ സദ്യയൊക്കെ കഴിച്ച് എല്ലാം പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഇഷ്ടം അവരുടെ പലഹാരങ്ങളും ബിരിയാണിയും നെയ്ച്ചോറും അതുപോലെ തന്നെ ചിക്കൻ വിഭവങ്ങളാണല്ലേ. അപ്പോൾ എല്ലാം കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഉച്ചയായപ്പോഴത്തേക്കും ഒരാൾ ബീഫ് മന്തിയും അടുത്ത താത്ത ചിക്കൻ ബിരിയാണിയും കൊണ്ടുവരുന്നത്. എല്ലാം കഴിച്ച് കഴിഞ്ഞാൽ അമ്മൂനൊക്കെ ഭയങ്കര സന്തോഷമായി, മനസ്സും വയറൊക്കെ നിറഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞിരിക്കുമ്പോഴാണ് വയറൊന്ന് സെറ്റാക്കാൻ ഞാൻ എന്ത് ചെയ്തു, കട്ടൻ ചായയിൽ ലേശം ചെറുനാരങ്ങ ഒഴിച്ച് കുടിക്കാൻ തുടങ്ങി. ഒരു സുലൈമാനി അങ്ങ് കാച്ചി. ഇതില്ലെങ്കിൽ വയറൊന്നും സെറ്റാവില്ല. വയറിന് ഏറ്റവും നല്ലത് ഈ ഒരു സുലൈമാനി കഴിക്കുന്ന കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എത്രയേ ഉള്ളൂ, വളരെ